2025 ഓഗസ്റ്റ് 27 ബുധൻ. ചന്ദ്രിക ദിനപത്രത്തിൽ പി. ഇസ്മായിൽ എഴുതിയ ലേഖനം. മരിക്കരുത് മാധ്യമ സ്വാതന്ത്ര്യം. മിസ്സിംഗ്. പേര് ഇന്ത്യ ഗവൺമെൻറ്. പ്രായം 7 വയസ്സ്. അറിയിക്കേണ്ടത്: ഇന്ത്യയിലെ ജനങ്ങളെ 2021 മെയ് 24 ലക്കം ഔട്ട്ലുക്കിൻ്റെ മുഖചിത്രത്തോടൊപ്പം ഈ 3 വരികളോടെ മോദി സർക്കാരിൻ്റെ കോവിഡ് വീഴ്ചകൾ തുറന്നുകാട്ടിയതിൻ്റെ പേരിലാണ് റൂബൻ ബാനർജിക്ക് ചീഫ് എഡിറ്റർ സ്ഥാനം തെറിച്ചത്. മുഖചിത്രം ട്വിറ്ററിൽ പങ്കുവച്ച രാത്രിയിൽ നടന്ന ഭരണകൂട ഇടപെടലുകൾ സംബന്ധിച്ചും ഭരണാധികാരികൾക്ക് വിധേയരായി കോർപ്പറേറ്റ് മുതലാളിമാർ മാധ്യമപ്രവർത്തകരുടെ നാവരിയുന്നതിലേക്ക് സൂചനകൾ നൽകിയും എഡിറ്റർ മിസ്സിംഗ് എന്ന പുസ്തകത്തിൽ റൂബൻ ബാനർജി വിശദമാക്കിയ സംഭവങ്ങൾ വായിച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിൻ്റെ നേർചിത്രം എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ജീവശ്വാസമോ വൈദ്യസഹായമോ ഇല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന സമയം നിശബ്ദനായിരിക്കുക എന്നത് കൂട്ടക്കൊലയിൽ പങ്കുചേരുന്നതിന് തുല്യമാണെന്ന് സ്വന്തത്തോട് പറഞ്ഞുകൊണ്ടാണ് റൂബൻ ബാനർജി വിമർശനത്തിന് മുതിർന്നത്. മോഡിഫൈഡ് കാലത്ത് സത്യം പറഞ്ഞാൽ ഏതൊരു മാധ്യമപ്രവർത്തകനും ജോലിയില്ലാതാവും. ആദായനികുതി, റവന്യൂ ഇൻ്റലിജൻസ് തുടങ്ങി ഏത് കേന്ദ്ര ഏജൻസികളും വന്ന് വാതിലിൽ മുട്ടും. നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഈ മുന്നറിയിപ്പുകൾ സ്വന്തം അനുഭവത്തിലൂടെ റൂബൻ ബാനർജി പങ്കുവെക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ICUവിൽ എത്തി നിൽക്കുന്നതായി മനസ്സിലാക്കാം. മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ. നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയോട് ചേർത്ത് വെച്ച് മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ജനങ്ങളുടെ കണ്ണും കാതും ശബ്ദവുമായിട്ടാണ് മാധ്യമങ്ങൾ അറിയപ്പെടാറുള്ളത്. ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യം വ്യക്തമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും അഭിപ്രായത്തിനും ആവിഷ്കാരത്തിനും ഉറപ്പു നൽകുന്ന അനുച്ഛേദം 19(1)(a)യുടെയും ഏത് തൊഴിൽ ചെയ്യാനും വ്യാപാരമോ ബിസിനസ്സോ നടത്താനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന അനുച്ഛേദം 19(1)(g)യുടെയും വ്യാഖ്യാനത്തിൽ നിന്ന് മാധ്യമ സ്വാതന്ത്ര്യം മൗലിക അവകാശമായിട്ടാണ് കണക്കാക്കാറുള്ളത്. മോഡി ഭരണം തുടങ്ങിയ 2014 മുതൽ മാധ്യമ മേഖല അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നേരിടുന്നത്. 2014 മെയ് 27-നും 2025 ജനുവരി 2-നും ഇടയിൽ ലങ്കേഷ് പത്രികയുടെ പത്രാധിപർ ഗൗരി ലങ്കേഷ് ഉൾപ്പെടെ 31 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഓരോ വർഷവും രാജ്യത്ത് 3ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുകയും തുറങ്കിൽ അടക്കപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറിനും നേരെയാണ് ഇപ്പോൾ ഫാസിസത്തിന്റെ നീരാളിക്കൈകൾ നീങ്ങിയിട്ടുള്ളത്. അഴിമതിക്കെതിരെ ശക്തമായി പോരാടുകയും ഭരണകൂട ഭീകരത തുറന്നുകാട്ടുകയും ചെയ്യുന്ന ദി വയറിന്റെ സ്ഥാപക എഡിറ്ററാണ് സിദ്ധാർത്ഥ വരദരാജ്. കൺസൾട്ടിംഗ് എഡിറ്ററാണ് കരൺ ഥാപ്പർ. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാനിൽ നഷ്ടമായത് ദി വയർ റിപ്പോർട്ട് ചെയ്തതാണ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചത്. ബ്ലൂബർഗ് ടിവിയുമായുള്ള അഭിമുഖത്തിൽ വിമാനം നഷ്ടപ്പെട്ടതായും പാളിച്ചകൾ പരിഹരിച്ച് മുന്നേറിയതായും ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ നടത്തിയ പ്രസ്താവനയാകട്ടെ ദി വയറിന്റെ റിപ്പോർട്ട് ശരിവെക്കുന്നതുമാണ്. വാർത്തകളിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള മാധ്യമ അവകാശം സംബന്ധിച്ച് സുപ്രീം കോടതി പലതവണ പ്രസ്താവിച്ച വിധികൾ മറികടന്നുകൊണ്ടാണ് രാജ്യദ്രോഹം ഉൾപ്പെടെ 6 വകുപ്പുകൾ അവർക്ക് നേരെ ചുമത്തിയത്. ഒരു രാജ്യത്ത് വാർത്തകൾ അറിയാൻ ജനങ്ങൾക്കും അറിയിക്കാൻ
മാധ്യമങ്ങൾക്കും കഴിയുന്ന അവസ്ഥയിൽ മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുവെന്ന് പറയാം. അല്ലാത്തപക്ഷം മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതായി കണക്കാക്കും. എല്ലാ വർഷവും ആഗോള മാധ്യമ ദിനത്തിൽ ഫ്രാൻസ് ആസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വർഷം 180 രാഷ്ട്രങ്ങളുടെ സൂചികയിൽ നേപ്പാളിനും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും പിന്നിൽ ഇന്ത്യ 151 സ്ഥാനത്താണ്. ഏകാധിപത്യ ഭരണം നിലവിലുള്ള ചൈനയോട് തൊട്ടടുത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഉയരണം ജനശബ്ദം. ലോകവ്യാപകമായി തന്നെ ഭൂരിപക്ഷം മാധ്യമങ്ങളും വൻകിട കോർപ്പറേറ്റുകളാണ് നിയന്ത്രിക്കുന്നത്. 80 കോടി ഇന്ത്യക്കാർ നോക്കിക്കാണുന്ന 70-ലേറെ മാധ്യമ സ്ഥാപനങ്ങൾ റിലയൻസ് ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നത്. 2022 മുതൽ അദാനിക്കാണ് NDTVയുടെ ഉടമസ്ഥാവകാശം. ഒരേ തരം സ്വരങ്ങൾ കേൾപ്പിച്ച് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായ ബഹുസ്വരതയെ ഗോദി മീഡിയകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കാഗോ സർവകലാശാല പ്രസിഡന്റ് റോബർട്ട് M. ഹച്ചിൻസിന്റെ റിപ്പോർട്ടാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ആധാരമായി പരിഗണിക്കാറുള്ളത്. രാഷ്ട്രീയത്തിനോ വിഭാഗീയതയ്ക്കോ വാണിജ്യ താൽപര്യങ്ങൾക്കോ വിധേയരാവാൻ പാടില്ലെന്ന റിപ്പോർട്ടിന്റെ കാതൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാനാവില്ല. ജനാധിപത്യം ശക്തിപ്പെടുത്തലോ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തലോ അവരുടെ അജണ്ടയുടെ ഭാഗവുമല്ല. ബംഗാൾ ഗസറ്റിലൂടെ അഗസ്റ്റ് ഹിക്കിയും സ്വദേശാഭിമാനിയിലൂടെ രാമകൃഷ്ണപിള്ളയും കേസരിയിലൂടെ ബാലകൃഷ്ണപിള്ളയും ചെയ്തതുപോലെ ഭരണകൂട വിമർശനം നടത്തി പൗരാവകാശങ്ങളുടെ കാവലാളായി മാറണമെന്നതും റൂപ്പർട്ട് മാഡോക്കുമാരുടെ പിൻഗാമികളായി വന്നവരുടെ സ്വപ്നവുമല്ല. സർക്കാർ പ്രീണനത്തിലൂടെ പരസ്യ ഇനത്തിൽ ലഭിക്കുന്ന കോടികളുടെ ലാഭക്കൊയ്ത്ത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ജനങ്ങൾക്കും സർക്കാരിനുമിടയിൽ പാലമായി വർത്തിക്കുന്ന 4ാം തൂണിൽ വിള്ളൽ വീണാൽ ജനാധിപത്യം മരണം പ്രാപിക്കും. രാജ്യം ഏകാധിപത്യത്തിലേക്ക് വഴുതി വീഴും. ഭരണകൂടങ്ങളുടെയും മാധ്യമ മുതലാളിമാരുടെയും താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ ജീവനുള്ള ജനാധിപത്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അപകീർത്തി, രാജ്യദ്രോഹം, കോടതിയലക്ഷ്യം തുടങ്ങിയ മുദ്രകൾ ചാർത്തി വേട്ടയാടുന്നവർക്കെതിരെ ജനങ്ങളുടെ ശബ്ദം ഉറക്കെ ഉയരേണ്ടതുണ്ട്. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം സുഫേറ പാനായിക്കുളം.